കരിയറിനെ പറ്റിയും വ്യക്തി തൊഴിൽ ജീവിതത്തിലെ ആശയങ്ങളെ പറ്റിയും പ്രതിപാദിക്കുന്ന കരിയർ ബിൽഡറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യം ഏതാണെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അതാണ് മാറ്റം. ആ മാറ്റത്തിനനുസരിച്ചാണ് നമ്മൾ മാറേണ്ടത്. നമ്മുടെ ഒരു തൊഴിൽ ജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരവധി മാറ്റങ്ങൾ ഉണ്ടായതായി കാണാം. പണ്ടൊക്കെ ഫാക്ടറിയും സ്റ്റീം എഞ്ചിനും കൽക്കരിയും ഒക്കെ ഉണ്ടായിരുന്ന ഫാക്ടറികളിൽ നിന്ന് മാറി, തൊഴിലിടങ്ങളിൽ നിന്ന് മാറി, പിന്നീട് പെട്രോളായി, ഡീസലായി, ഇലക്ട്രിസിറ്റിയായി, ടെലികമ്മ്യൂണിക്കേഷൻ വന്നു, കമ്പ്യൂട്ടർ വന്നു. ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വിർച്വൽ റിയാലിറ്റിയും ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും ഒക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ യുഗത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇൻഡസ്ട്രി 4.0 നിന്നും ഇൻഡസ്ട്രി 5.0 മാറുമ്പോൾ നമ്മൾ മാറാനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആൾക്കാർ സംസാരിക്കാറും ചോദിക്കാറുമുണ്ട്. ഇതിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും ഏത് ജോലി ചെയ്താലും അതിൽ ഇൻ്റഗ്രലായിട്ട്, അതായത് തീർച്ചയായിട്ടും വേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ടെക്നോളജി. നമ്മളിപ്പോൾ മാത്സ് പഠിച്ചാലും സയൻസ് പഠിച്ചാലും എഞ്ചിനീയറിംഗ് പഠിച്ചാലും മെഡിസിൻ പഠിച്ചാലും ഹ്യൂമാനിറ്റി പഠിച്ചാലും കൊമേഴ്സ് പഠിച്ചാലും അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യാനായിട്ട് ടെക്നോളജി ഉണ്ടാവും. ടെക്നോളജി ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. ടെക്നോളജിയോടൊപ്പം തന്നെ ഏത് കാലഘട്ടത്തിലും നമുക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാനായി വേണ്ട മറ്റൊരു കോമ്പീറ്റൻസ് ട്രെയ്റ്റ് അല്ലെങ്കിൽ സ്കില്ലാണ് ഭാഷ എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, എത്രത്തോളം ഭാഷകൾ അറിയാമോ അത്രത്തോളം നമുക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് പറയാറ്. ലോകത്ത് ഏകദേശം 7150 ഭാഷകളുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നവരുണ്ട്, ഉള്ള ഭാഷകളുണ്ട്, വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്ന ഭാഷകളുമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷകൾ ഇംഗ്ലീഷും ചൈനീസും സ്പാനിഷും ഒക്കെയാണ്. അപ്പോൾ അതിൽ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയായിരിക്കും നമ്മൾ ഈ എപ്പിസോഡിൽ കൂടുതലായി പ്രതിപാദിക്കാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നതിന് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഒരു ഐച്ഛിക വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു മുഖ്യ വിഷയമായിട്ട് എടുത്ത് പഠിക്കണം എന്നൊന്നുമില്ല. ഏത് സബ്ജക്റ്റ് പഠിച്ചാലും ഇംഗ്ലീഷ് അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. എന്നാൽ പൊതുവേ നമുക്ക് ഈ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളിൽ പലർക്കും ഒരു ആശങ്ക ഉണ്ടാവാറുണ്ട്. ഈ ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പ് എന്നൊക്കെ വിദഗ്ധർ പറയുന്നുണ്ടല്ലോ. ഇൻ്റർവ്യൂവിലൊക്കെ പോയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരം അറിയാമെങ്കിലും പറയാൻ പറ്റാത്തതിനൊരു മുഖ്യ കാരണം എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതിനുള്ള പ്രശ്നമാണ്. അതൊരു പക്ഷേ ഇംഗ്ലീഷ് ഭാഷ അറിയാത്തത് കൊണ്ടാവാം, ഇല്ലെങ്കിൽ ആ ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള ആത്മവിശ്വാസക്കുറവാണ്. പ്രധാനമായിട്ടും നമ്മൾ ഈ ഇംഗ്ലീഷ് ഭാഷയെപ്പറ്റി പറയുമ്പോൾ 3 രീതിയിലുള്ള ആശങ്കകളാണ് നമ്മുടെ കുട്ടികളിലും നമ്മുടെ യൂത്തിലും ഒരു വർക്ക് എൻവയോൺമെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ചില എംപ്ലോയീസിൻ്റെ ഇടയിലൊക്കെ കണ്ടുവരുന്നത്. അതിൽ ഈ 3 കാര്യങ്ങളിൽ ഒന്ന്, നമുക്ക് ഈ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുമ്പോൾ തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അതൊരു ഫിയർ ഓഫ് ഫെയിലുവർ എന്ന് പറയാം. നമ്മൾ ഈ മലയാളം വളരെ ഫ്ലോയിൽ പറയുന്നത് പോലെ ഇംഗ്ലീഷ് എനിക്ക് പറയാൻ പറ്റുമോ, പറഞ്ഞാൽ അത് തെറ്റിപ്പോകുമോ എന്നുള്ള ഭയം ഒരു പരിധിവരെ നല്ല ഒരു യൂത്തിൻ്റെ ഇടയിലുണ്ട്. ഈ ട്രെയിനിങ് രംഗത്തും അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും ഇൻ്റർവ്യൂവിലും ഒക്കെ നമ്മൾ യൂത്തിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഇത് അറിയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാരണം ഈ തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയാണ്. രണ്ടാമത്തേത് ഈ ഫിയർ ഓഫ് ക്രിറ്റിസിസം എന്ന് പറയും. അതായത് നമ്മൾ ഈ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നമ്മളെ കുറ്റം പറയുമോ അല്ലെങ്കിൽ തെറ്റ് കണ്ടുപിടിച്ച് കുറ്റപ്പെടുത്തുമോ കളിയാക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ട്. അതാണ് ഈ ഫിയർ ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം. ഈ ചില ക്ലാസ്സുകളിലൊക്കെ ഒരുവിധം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികൾ കാണും നമ്മുടെയൊക്കെ നാട്ടിൽ. പ്രത്യേകിച്ച് ഈ ക്ലാസ്സുകളിൽ ഇവർ ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് ചുറ്റുപാടുമുള്ള ചില കൂട്ടുകാരോ ഒക്കെ അവരെ കളിയാക്കുന്നത് കാണാം. സായിപ്പ് വന്നിരിക്കുന്നു, മദാമ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ ആത്മവിശ്വാസം അതോടുകൂടി നഷ്ടപ്പെടും. ഇനി ചില മീറ്റിങ്ങുകളിലൊക്കെ ചില ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴത്തേക്ക് ബ്ലൈൻഡായിട്ട് ചില ക്രിട്ടിസൈസ് ചെയ്യും. ദിസ് ഇസ് നോട്ട് ദ വേ ടു ടോക്ക് എന്നൊക്കെ പറഞ്ഞ് ബ്ലൈൻഡായിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ ആത്മവിശ്വാസം പോകും. അപ്പോൾ ഈ ബാക്കിയുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുക, കളിയാക്കുക എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെ ഒരു ബാരിയറായിട്ട് വരുന്നത്. രണ്ടാമത്തെ കാരണം അതാണ് ഈ ഫിയർ ഓഫ് ഫെയിലിയറിനോടൊപ്പം ഈ ഫിയർ ഓഫ് ക്രിറ്റിസിസം അല്ലെങ്കിൽ സർക്കാസ്റ്റിക് കമൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ഈ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ നമുക്ക് കണ്ണാടിയുടെ മുമ്പിലൊക്കെ എന്ന് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ ചില ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അത് സംസാരിക്കാനേ പറ്റുന്നില്ല, വാക്കുകൾ വരുന്നില്ല, പുറത്തേക്ക് പറയാൻ പറ്റുന്നില്ല, അതിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ നെഗറ്റീവ് ആവുന്നു, വളരെ കോൺഫിഡൻസ് താഴ്ന്നു വരുന്നു. ഇങ്ങനെയുള്ള ചിന്ത പലരിലും ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനോടുള്ള ആശങ്ക നമ്മുടെ യൂത്ത് പങ്കുവച്ചിരിക്കുന്നത് ഈ 3 കാര്യങ്ങളിലാണ്. അപ്പോൾ ലാംഗ്വേജ് ഫൈൻ ട്യൂൺ ചെയ്യുന്നതിനോടൊപ്പം ഈ 3 കാര്യങ്ങളിലായിരിക്കണം നമ്മൾ മെച്ചപ്പെടുത്തേണ്ടത്. ഒന്ന്, തെറ്റിയാലും കുഴപ്പമില്ല, ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാവരുത്. 2,
ബാക്കിയുള്ളവർ കളിയാക്കിക്കോട്ടെ, ഇതെൻ്റെ ആവശ്യമാണെന്നുള്ളൊരു തോന്നൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതായത് ഈ ഫിയർ ഓഫ് ക്രിറ്റിസിസത്തിനെയും ഫിയർ ഓഫ് സർക്കാസ്റ്റിക് കമൻറ്റിനെയും അങ്ങ് മാറ്റിക്കളയുക എന്നുള്ളതാണ്. അവർ പറഞ്ഞോട്ടെ, പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഞാൻ എനിക്കറിയാവുന്നത് പോലെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടാക്കുക. 3, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നിന്നും അവരുടെ മുമ്പിൽ നിന്ന് ആത്മവിശ്വാസത്തോടുകൂടി ഇംഗ്ലീഷ് പറയാനായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ വരുമ്പോൾ ആ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിങ്ങും കുറയും. അതുകൊണ്ട് ഫിയർ ഓഫ് ഫെയിലുവറും ഫിയർ ഓഫ് സർക്കാസ്റ്റിക് കമൻസും ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിങ്ങും കുറച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറയാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും കൂടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഒരു ഡിഗ്രിയിലൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് എടുത്ത് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ പല പേരൻസും ചോദിക്കാറുണ്ട്. സാറേ, മാത്തമാറ്റിക്സും സയൻസിനും ഒക്കെ അല്ലേ സ്കോപ്പ്, എഞ്ചിനീയറിങ്ങും മെഡിസിനും ഒക്കെ അല്ലേ അവർ പഠിക്കേണ്ടത്, ഇംഗ്ലീഷ് പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഒരു കാര്യം പറയാം, എല്ലാ സബ്ജക്റ്റിനും സ്കോപ്പുണ്ട്. പക്ഷേ അത് പഠിക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു വിഷയം എടുത്ത് പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന കുട്ടിക്ക് ആ വിഷയത്തിനോടുള്ള അഭിരുചിയും ഇഷ്ടവും ഉണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആ വിഷയം ഉപയോഗിച്ച് ഒരു ജോലി കണ്ടെത്തി കരിയറിൽ മുന്നേറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു കുട്ടി, ആ കുട്ടിയെ നിർബന്ധിച്ച് നമ്മളൊരു മാത്തമാറ്റിക്സ് കോഴ്സിലോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ ഒരു സയൻസ് വിഷയത്തിലോ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മനസ്സ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ താല്പര്യമില്ലാതെ ആയിരിക്കും അത് പഠിക്കുന്നത്. അങ്ങനെ താല്പര്യമില്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ കഴിവുകൊണ്ട് അത് പാസ്സായാലും ആ പഠിച്ച വിഷയം അത് ജോലിയിലേക്ക് വരുമ്പോൾ നേരെ ചൊവ്വേ ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ള കുട്ടികളെ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ എടുക്കാൻ തന്നെ പാരൻസ് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ ഈ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് അടുത്തത് എന്ത് പഠിക്കണം എന്നുള്ളതിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്താറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ കുട്ടികൾ അറ്റൻഡ് ചെയ്താൽ തന്നെ അവർക്ക് അഭിരുചിയുള്ള മേഖലകൾ ഏതൊക്കെ വിഷയങ്ങൾ കഴിവുകൾ ഏതൊക്കെ എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് താല്പര്യമുള്ളൊരു കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഒരു ലിംഗ്വിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ് ഉണ്ട്. അതായത് നന്നായി ഭാഷ ഉപയോഗിക്കാനും വാക്കുകൾ ഉപയോഗിക്കാനും ഫ്രേസുകൾ ഉപയോഗിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് അത്തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിന്നും കുട്ടിക്ക് റിവീൽ ചെയ്ത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിക്കാനായിട്ട് ആ കുട്ടിക്ക് ഒരു നാച്ചുറൽ ടാലൻ്റ് ഉണ്ട്, താല്പര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകളിലേക്ക് ആ കുട്ടി പോവുക തന്നെ വേണം. അതുകൊണ്ട് ഒരു ഭാഷയ്ക്കും പ്രാധാന്യമില്ല എന്ന് വിചാരിക്കരുത്. എല്ലാ ഭാഷകൾക്കും പ്രാധാന്യമുണ്ട്. ആ ഭാഷകളെ പറ്റി പഠിക്കുന്ന വിഷയങ്ങൾക്കും കോഴ്സുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് കൂടുതൽ വില, കുറവ് വില അങ്ങനെയൊന്നുമില്ല. അത് വ്യക്തിയുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും സ്കില്ലും അതനുസരിച്ച് തന്നെയാണ് ഒരാളുടെ കരിയറിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇത് മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും ആ സബ്ജക്റ്റിൽ വൈദഗ്ധ്യമുണ്ടെങ്കിലും അത് എത്തേണ്ടവരിൽ എത്തണമെന്നെങ്കിൽ നമ്മളൊരു ഭാഷ ഉപയോഗിക്കണം. ആ ഭാഷ ഉപയോഗിക്കുന്നതിൽ ഇംഗ്ലീഷിനുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ ഇംഗ്ലീഷിനെ നമ്മൾ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലോകത്ത് എവിടെ പോയാലും നമുക്ക് ഒന്നുകിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തിരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇംഗ്ലീഷ് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജാണ്. ഏത് സബ്ജക്റ്റ് നമ്മൾ നമ്മുടെ മുഖ്യ വിഷയമായിട്ട് എടുത്ത് സ്പെഷ്യലൈസ് ചെയ്ത് ഏതൊരു ജോലിയിൽ കയറിയാലും ആ ജോലിയിൽ നമ്മൾ എന്നാണോ തീരുന്നത് റിട്ടയർമെൻറ്റ് വരെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിനെ ഒരിക്കലും നിസ്സാരമായി നമ്മൾ തള്ളിക്കളയരുത്. നമുക്ക് ഈ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് കുട്ടികളും ചോദിക്കാറുണ്ട്, തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട്. എന്തായാലും ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്കുള്ള ഒരു ആത്മവിശ്വാസം വളർത്താനും ആ ഭാഷയിലുള്ളൊരു ഫ്ലോ വളർത്താനുമുള്ള ചില സിമ്പിൾ ടിപ്സാണ് ഇനി പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തേതാണ് ഈ മിറർ റിഫ്ലക്ഷൻ എക്സസൈസ് എന്ന് പറയും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള വറി എന്താണെന്ന് വെച്ചാൽ, ഞാൻ സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുമോ, ഞാൻ സംസാരിക്കുന്നത് കണ്ടിട്ട് ബാക്കിയുള്ളവർ കുറ്റപ്പെടുത്തുമോ കളിയാക്കുമോ എന്നുള്ള ഭയമാണ്. അപ്പോൾ അതിലാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ളവരുടെ മുമ്പിലല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഈ സംസാരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അതിനാണ് ഈ മിറർ റിഫ്ലക്ഷൻ എക്സസൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയം എടുക്കുക, അല്ലെങ്കിൽ ഒരു ന്യൂസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യം എടുക്കുക. അതിലെ ഒരു 4 or 5 സെൻറ്റൻസ് നമ്മളത് നോക്കിയതിന് ശേഷം ഒരു മിറർ, ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നതിനോടൊപ്പം നമ്മുടെ മൊബൈലിൻ്റെ റെക്കോർഡറും ഓൺ ചെയ്തിടുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. നമ്മുടെ ജസ്റ്റേഴ്സും നമ്മുടെ പോസ്റ്റേഴ്സും ഒക്കെ, നമ്മുടെ ഐ മൂവ്മെൻറ്റും നമ്മൾ പറയുന്ന രീതിയുമൊക്കെ നമുക്ക് കണ്ണാടിയിൽ കൂടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ മൊബൈലിൻ്റെ റെക്കോർഡറിൽ അത് റെക്കോർഡഡ് ആവുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മൊബൈൽ റെക്കോർഡർ ഓൺ ചെയ്ത് കേൾക്കുമ്പോൾ
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സംസാരിച്ച രീതി എങ്ങനെയാണ്, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ടോൺ എങ്ങനെ ഇരിക്കുന്നു, ഈ സംസാരിച്ചതിൽ വാക്കുകൾ തെറ്റിയോ, ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ മിറർ റിഫ്ലക്ഷൻ എക്സസൈസ് വീണ്ടും വീണ്ടും സ്വന്തമായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ ഒരു ഫ്ലോ വരികയും ശകലമായി ചെറുതായിട്ട് ആത്മവിശ്വാസം കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇംഗ്ലീഷ് ഭാഷയ്ക്കൊരു ഫ്ലോ വരുത്താനായി ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ് മിറർ റിഫ്ലക്ഷൻ എക്സസൈസ്. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്ത് ഒരു ആത്മവിശ്വാസം വരുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യത്തിലേക്ക് പോകാം. അതായത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു നെറ്റ്വർക്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് തുടങ്ങാം. അതായത് നമ്മളെ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്യാത്ത ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. അവർ തിരിച്ചും നമ്മളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴത്തേക്ക് തെറ്റുകൾ വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞു ഗ്രൂപ്പിനുള്ളിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാം. അതാണ് ഈ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമത്, നമ്മൾ ഈ വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് അയക്കും. ഈ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതൊക്കെ ഒന്നുകിൽ നമ്മൾ മലയാളത്തിലായിരിക്കാം, ഇല്ലെങ്കിൽ ഷോർട്ട് വേർഡുകളും ജാർഗനുകളും ഉപയോഗിച്ചിട്ടായിരിക്കാം. അതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ പ്രോപ്പർ സെൻറ്റൻസിൽ നമ്മുടെ കാര്യങ്ങൾ ചാറ്റ് ചെയ്ത് തുടങ്ങാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ സെൻറ്റൻസ് കൺസ്ട്രക്ഷനും നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാമറിനെ പറ്റിയും ഫ്രേസിനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ച് തുടങ്ങാനും അതുവഴി നമ്മുടെ ഒരു മെൻ്റലി നമുക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിലൊരു ഫ്ലോ വരുത്താനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ചാറ്റിലും പ്രോപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അതാണ് മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നാലാമത്തേത്, നമുക്ക് ഇംഗ്ലീഷ് ഷോർട്ടായിട്ടുള്ള ഇംഗ്ലീഷ് ന്യൂസുകൾ, അതിൻ്റെ വീഡിയോകളും ഓഡിയോകളും നമുക്ക് ലിസൺ ചെയ്യാം. ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ലിസണിങ് എന്ന് ഉദ്ദേശിക്കുന്നത് സൈക്കോ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. അതായത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കേൾക്കുന്ന കാര്യം നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നു. മെമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും അത് ഓർത്തെടുത്ത് നമുക്കത് വീണ്ടും ഒന്ന് പറഞ്ഞു നോക്കാൻ പറ്റുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ്, അതിൻ്റെ കുഞ്ഞു വീഡിയോസും ഓഡിയോസും നമുക്ക് വേണമെങ്കിൽ കേട്ട് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും. അതാണ് നാലാമത്തെ കാര്യം. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളെടുത്ത് എല്ലാ പേജുമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയായിട്ട് തുടങ്ങും. അതിന് പകരം പ്രധാനപ്പെട്ട ഒരു ഭാഗം എടുക്കുക, ഒരു എഡിറ്റോറിയൽ എടുക്കുക. ആ എഡിറ്റോറിയലിൻ്റെ ഒരു ഭാഗം എടുത്ത് വായിച്ചതിന് ശേഷം അതിൻ്റെ ഒരു സമ്മറി നമ്മൾ തന്നെ ഒന്ന് എഴുതി നോക്കി നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. അത് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ ഒരു ഫ്ലോ വരുത്താനും ഇംഗ്ലീഷ് ലാംഗ്വേജിന് അടുപ്പം കൂട്ടാനും നമ്മളെ സഹായിക്കും. ഇനി മറ്റു ചിലർ ചെയ്യുന്നത്, ഈ പരിചയമുള്ളവരോട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു ഫോർമൽ മീറ്റിങ്ങിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴൊക്കെയാണല്ലോ ആൾക്കാർക്ക് പേടിയുള്ളത്. അപ്പം മറ്റു ചിലർ ചെയ്യാറുണ്ട്, നമുക്കിപ്പോൾ കോൾ സെൻറ്ററുകളുണ്ട്. നമുക്ക് ഏത് പ്രോഡക്റ്റിനെ പറ്റിയും സർവീസിനെ പറ്റിയൊക്കെ വിളിച്ച് ചോദിക്കാൻ പറ്റുന്ന കോൾ സെൻറ്ററുകൾ. ഈ കോൾ സെൻറ്ററുകളിൽ നമ്മൾ വിളിക്കുമ്പോൾ അറിയാം, അവർ ചോദിക്കും ഏത് ഭാഷ വേണം. ഇംഗ്ലീഷ് ആണെങ്കിൽ 1 അമർത്തുക, ഹിന്ദി ആണെങ്കിൽ 2, മലയാളത്തിന് 3 എന്ന് പറയും. അപ്പോൾ ഇംഗ്ലീഷ് 1 അമർത്തിയതിന് ശേഷം ആ സെൻട്രലൈസ്ഡ് കോൾ സെൻറ്ററുകാരോട് നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് വെറുതെ ഇംഗ്ലീഷിൽ സംസാരിക്കുക. ഇംഗ്ലീഷിൽ അങ്ങോട്ട് സംസാരിച്ചാൽ തെറ്റിയാലും കുഴപ്പമില്ല, അവിടെയുള്ള ആൾ നമുക്ക് തെറ്റിയാലും നമ്മളെ കുറ്റപ്പെടുത്താത്ത ആളാണ്. തിരിച്ച് ഇംഗ്ലീഷ് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അത് കേൾക്കുക. അങ്ങനെ കോൾ സെൻറ്ററുകാരോട് ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷ് ഫ്ലോ വരുത്തുന്ന ആൾക്കാരുണ്ട്. മറ്റ് ചിലർ ഈ കേരളം വിട്ട് എവിടെ പോയാലും, ഇത് കോഫി ഷോപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ബാങ്കുകളിലാണെങ്കിലും ബസ് സ്റ്റോപ്പിലാണെങ്കിലും ഒക്കെ ഒരു കാഷ്വലായിട്ട് ഇൻഫോർമൽ സെറ്റിങ്ങുകളിലൊക്കെ കഴിയുന്നതും ഇംഗ്ലീഷ് സംസാരിച്ച് നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു ഫ്ലോയും ആ ഒരു ഇഷ്ടവും വർദ്ധിപ്പിക്കാൻ പറ്റും. പിന്നെ നമ്മളെപ്പോഴും ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ആദ്യമേ കയറി വളരെ ടഫായിട്ട് വളരെ ലോങ് ആയിട്ട് 2 മിനിറ്റ് നിർത്താതെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുക. കുഞ്ഞു സെൻറ്റൻസുകൾ ഉപയോഗിച്ച് സംസാരിച്ച് തുടങ്ങുക. സിമ്പിൾ ടു കോംപ്ലക്സ്, നമ്മൾ സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കിട്ടും. പുതിയ വാക്കുകൾ തേടിപ്പോകാൻ നമ്മളെ അത് പ്രേരിപ്പിക്കും, മോട്ടിവേറ്റ് ചെയ്യും. ആ പുതിയ വാക്കുകൾ കിട്ടുമ്പോഴത്തേക്ക് അടുത്ത തവണ സംസാരിക്കുമ്പോൾ ആ വാക്കുകളോട് കൂട്ടിച്ചേർത്ത് സെൻറ്റൻസുകൾ സംസാരിക്കുക. അങ്ങനെ സിമ്പിൾ ടു കോംപ്ലക്സ് മാതൃകയിലായിരിക്കണം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അത് മിറർ റിഫ്ലക്ഷൻ എക്സസൈസ് മുതൽ സിമ്പിൾ ടു കോംപ്ലക്സ് മോഡ് വരെ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ വർദ്ധിപ്പിക്കാനും അതിനുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കാനും ഫ്ലോ വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ഇംഗ്ലീഷിൻ്റെ ഒരു ഇഷ്ടം വർദ്ധിപ്പിക്കാനും അതിൻ്റെ ഒരു ഫ്ലോ വർദ്ധിപ്പിക്കാനും സംസാരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഒക്കെ എന്തൊക്കെ ചെയ്യണമെന്നാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിരവധി പ്രയോജനങ്ങൾ ഇതുകൊണ്ടുണ്ടാകും. അതിലൊന്ന്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സംസാരിച്ച് തുടങ്ങുമ്പോൾ വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്കൊരു ആത്മവിശ്വാസം വരും. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണെന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങും. നമുക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനും നമ്മളെ നല്ല രീതിയിൽ നമ്മളുടെ അപ്പിയറൻസോടുകൂടി നമുക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ ഇംഗ്ലീഷിൽ ഒരു ചെറിയ വൈദഗ്ധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഇത് ആത്മവിശ്വാസം കൂട്ടും എന്നുള്ളതാണ്.
അത് ആദ്യത്തേത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് പല തോട്ട്സും നമുക്ക് പല അഭിപ്രായങ്ങളും ഒക്കെ കാണും. പക്ഷേ ഈ ലാംഗ്വേജ് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മുടെ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കും. അത് പറയേണ്ട സ്ഥലത്ത് പറയാറില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ സംസാരിക്കാനുള്ളൊരു ഫ്ലോയും ആ ഒരു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും നമ്മുടെ മനസ്സിലുള്ള സജഷൻസും ഒപ്പീനിയൻസും ഒക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി മറ്റുള്ളവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ഏത് ജോലിക്ക് നിങ്ങൾ പൊക്കോളൂ, ആ ജോലിക്കകത്ത് ഏത് ജോലിക്കും ലാംഗ്വേജസ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 3 ലാംഗ്വേജെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ വേണം. ഇന്ത്യയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ജോലി സ്ഥലത്ത് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. നാഷണൽ ലാംഗ്വേജിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഹിന്ദി അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ഏത് നാട്ടിലാണോ ജോലി ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് ഒരു മാൻഡേറ്ററി തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ലോകരാജ്യങ്ങളിൽ എവിടെ പോയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ. അപ്പോൾ ആ ഇംഗ്ലീഷ് ഭാഷ അറിയാമെങ്കിൽ നമുക്ക് ഏത് നാട്ടിലും പോയി ഇറങ്ങാം. ആ നാട്ടിൽ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനും അവിടെ സർവൈവ് ചെയ്യാനും ആൾക്കാരുമായി നല്ലൊരു അടുപ്പം ഉണ്ടാക്കാനും സാധിക്കും. അതാണ് മൂന്നാമത്തെ ഒരു കാര്യം. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സബ്ജക്റ്റ് നോളജ്. നമ്മുടെ വിഷയത്തിനെ പറ്റി ആധികാരികമായിട്ട് നമുക്കറിയാമെങ്കിലും പലപ്പോഴും നമുക്ക് വിചാരിച്ച അംഗീകാരമോ ക്രെഡിറ്റോ കിട്ടാറില്ല. കാരണം ഇതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് അറിയില്ല. കാരണം നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്നവരും നമ്മുടെ ക്ലയൻസും ഒക്കെ മറ്റ് ഭാഷയിലുള്ളവരായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കാര്യം ഏറ്റവും മനോഹരമായി ബാക്കിയുള്ളവരിലേക്ക് അവതരിപ്പിക്കാനും അവരിൽ അതൊരു കൺവിൻസിങ് മോഡ് ഉണ്ടാക്കാനും, അങ്ങനെ അവർ കൺവിൻസ് ആയി കഴിഞ്ഞാൽ അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും നമുക്കൊരു അംഗീകാരം കിട്ടുമ്പോൾ നമുക്ക് ജോലിയുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനും ഒക്കെ അത് സഹായിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി സ്ഥലത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ ജോലി സ്ഥലങ്ങളെല്ലാം മൾട്ടി കൾച്ചറൽ എൻവയോൺമെൻറ്റ്. ഇപ്പോൾ കേരളത്തിലെടുത്ത് കഴിഞ്ഞാൽ ടെക്നോ പാർക്കാണെങ്കിലും ഇൻഫോ പാർക്കാണെങ്കിലും ഒക്കെ വിവിധ സംസ്ഥാനങ്ങളിലെ എംപ്ലോയീസ് ഉണ്ട്, മറ്റ് രാജ്യങ്ങളിലെ എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ഒരു അംബ്രല്ല, ഒരു കൂടാരത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് ഒരു എൻവയോൺമെൻറ്റിൽ വിവിധ നാട്ടിലുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ ഇവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാനും ഒരു ഫീലിംഗ് ഉണ്ടായി ഒരുമിച്ച് ജോലി ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഭാഷ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചാൽ ഒരുമിച്ച് ജോലി ചെയ്യാനും ഒരു ഫീലിംഗ് ഉണ്ടാക്കാനും സാധിക്കുന്നു. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, വെളിയിലുള്ള ക്ലയൻസ് ആയിക്കോട്ടെ, നമ്മൾ കൊടുക്കുന്ന സർവീസും പ്രോഡക്ട്സും അതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പും അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻസും ഒക്കെ കൊടുക്കാൻ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഒന്നുകിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം, ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് എഴുതി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന് നല്ല ബോഡി ലാംഗ്വേജും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും അതിൽ കൂടെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബൗണ്ടറിയിൽ നിന്നും വലിയൊരു ബൗണ്ടറിയിലേക്ക് പോകാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ തിരുവനന്തപുരത്ത് ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയും കൂടെ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ അസൈൻമെൻറ്റുകൾ കിട്ടുന്നു, നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ ലോകരാജ്യങ്ങൾ കാണാനും ലോകത്തുള്ള ആൾക്കാരുമായി ബന്ധപ്പെടാനും അതുവഴി നമുക്ക് കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടാകാനും, അത് ഈ പറയുന്ന പോലെ സൈക്കോളജിക്കൽ ഗ്രോത്ത് അല്ലാതെ ഫിനാൻഷ്യൽ ഗ്രോത്തും ഒക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞോ അറിയാതെയോ ഒത്തിരി കാര്യങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ച് ജോലി കിട്ടില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വേണ്ട. നമ്മുടെ വ്യക്തിത്വം വളർത്തുന്നതോടൊപ്പം നമ്മുടെ കരിയറിനെ വളർത്താനും ഇംഗ്ലീഷ് ലാംഗ്വേജ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാവുന്നവർക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ ഡിഗ്രി തലത്തിലും PG തലത്തിലും ഒക്കെ പഠിച്ചവർക്കും വിവിധ ജോലികളുണ്ട്. പലർക്കും അത് അറിയില്ല എന്നുള്ളതാണ്. എല്ലാവരും വിചാരിച്ചു വച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അധ്യാപകനാകാം, ഇല്ലെങ്കിൽ വേറെന്ത് ജോലിയാണ് സാർ നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മേഖലകളിലും ജോലി ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ സിവിൽ സർവീസ് രംഗത്തേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിലും, അതുകൂടാതെ ടീച്ചിങ് രംഗത്ത് പോകണമെങ്കിലും, റിസർച്ച് രംഗത്തേക്ക് പോകണമെങ്കിലും, അതുകൂടാതെ കസ്റ്റമർ സർവീസ് രംഗത്ത്, അത് ഏത് സെക്ടറാണെങ്കിലും, ബാങ്കിങ് ആണെങ്കിലും റീറ്റെയിൽ ആണെങ്കിലും മാനുഫാക്ചറിങ് ആണെങ്കിലും, ആ കസ്റ്റമർ സർവീസ് രംഗത്തും ഒക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് പ്രാധാന്യമുള്ളവരുണ്ട്. ഇപ്പോൾ എൻ്റെ തന്നെ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ട് വാൾമാർട്ട് പോലുള്ള വലിയ ഓർഗനൈസേഷൻസിൽ കസ്റ്റമർ സർവീസ് മാനേജേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചവർക്ക് കോർപ്പറേറ്റ് വേൾഡിൽ പ്രാധാന്യമില്ല എന്നുള്ള കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതുപോലെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ, CSR വിഭാഗങ്ങളിൽ നമുക്ക് ആ ഒരു കമ്പനിയുടെ CSR വിങ്ങിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ആ സൊസൈറ്റിയിൽ പോയി കോൺട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. അത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കണമെന്നില്ല, മറ്റ് നാടുകളിൽ പോയി ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ പോയി ആൾക്കാരുമായിട്ട് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ച് സംസാരിച്ച് നമുക്ക്
ജോലി ചെയ്യുന്നതായിട്ട് വരും. അപ്പോൾ അവിടെയും ഇംഗ്ലീഷിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതുപോലെ പബ്ലിക് റിലേഷൻസ്, ജേർണലിസം, അത്തരം മേഖലകളിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നവരെയും ഇംഗ്ലീഷ് ഭാഷ പഠിച്ചവരെയും ആവശ്യമുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ IT രംഗത്ത് പോലും സോഫ്റ്റ്വെയർ ലാംഗ്വേജ് ഇൻ്റഗ്രേറ്ററായിട്ടും മെഡിക്കൽ സ്ക്രൈബിംഗ് രംഗത്തും ഒക്കെ അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ്, നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, ഈ രംഗത്തൊക്കെ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് എപ്പോഴും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ കിട്ടും. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു സ്കോപ്പില്ല എന്ന് വിചാരിക്കേണ്ട. ഇനി ഇംഗ്ലീഷ് ഐച്ഛിക വിഷയമായിട്ട് മുഖ്യ വിഷയമായിട്ട് എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിനോടൊപ്പം ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പ്രാധാന്യം നമ്മൾ കൊടുത്ത് നമ്മുടെ ആ ഒരു സ്കില്ല് ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം എപ്പോഴും ഇംഗ്ലീഷ് നമ്മുടെ കരിയറിൽ ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കേണ്ട, അതിന് പ്രാധാന്യം കൊടുത്ത് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് തെറ്റിപ്പോകുമോ എന്നുള്ള ആശങ്കയില്ലാതെ ഗ്രാമറിനെ പറ്റിയും ഫ്രേസിനെ പറ്റിയും ആലോചിക്കാതെ നമ്മുടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഫോർ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു വാക്ക് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ധൈര്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുക. അത് തീർച്ചയായിട്ടും നമ്മുടെ കരിയറിൽ ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാക്കും. നമുക്ക് എത്ര വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമ്മളൊരു ജോലിയിലിരിക്കുമ്പോൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട വാല്യൂ ആഡ് കോഴ്സുകളും സർട്ടിഫിക്കേഷൻസും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അത് ഒരു പക്ഷേ നമ്മുടെ ലാംഗ്വേജിൻ്റെ ഫ്ലോ കൂട്ടാനാണെങ്കിലും, ചിലപ്പോൾ ഇമെയിൽ എത്തിക്കേറ്റ്സിനെ പറ്റിയാണെങ്കിലും, ടെലിഫോണിക് എത്തിക്കേറ്റ്സിനെ പറ്റിയാണെങ്കിലും, ഫ്രേസുകൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയാണെങ്കിലും, റിപ്പോർട്ട് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും, അതുപോലെ ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റേഷൻ രംഗത്ത് എങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ളതിനെ പറ്റിയാണെങ്കിലും ഒക്കെ നമുക്ക് ഇതിനകത്തുള്ള ഷോർട്ട് ടേം കോഴ്സുകൾ, അത് ചിലപ്പോൾ മൂക്ക് പ്ലാറ്റ്ഫോം, മാസീവ് ഓപ്പൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ തന്നെ നമുക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്യാം. അങ്ങനെ ഓരോ കോഴ്സുകൾ ചെയ്യുമ്പോഴും നമുക്ക് പുതിയ പുതിയ ലാംഗ്വേജിൻ്റെ വാതിലുകൾ തുറന്ന് നമുക്ക് കിട്ടും. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പുതിയ അറിവുകൾ കിട്ടും, പുതിയ വാക്കുകൾ കിട്ടും, പുതിയ ഫ്രേസുകൾ കിട്ടും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിലും ആ വാക്കുകൾ കടന്നു വരും. എത്രത്തോളം പുതിയ പുതിയ വാക്കുകൾ നമുക്ക് കിട്ടുന്നു അത്രത്തോളം നമ്മുടെ ഒരു പ്രൊഫഷണലിസം വളരുകയും ബാക്കിയുള്ളവർക്ക് നമ്മുടെ ഒരു പ്രൊഫഷണൽ കാഴ്ചപ്പാട് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഒരു വാല്യൂ ജോലി സ്ഥലത്തും നമ്മുടെ കരിയറിലും തീർച്ചയായിട്ടും ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് മടിക്കേണ്ട, കണ്ടിന്യൂസ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ഫൈൻ ട്യൂണിങ്ങും നമ്മൾ തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടേയിരിക്കണം.